അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ജമന്തിപ്പൂക്കളൊക്കെ ഒരുപാട് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൂക്കൾ ചേച്ചി എറിയാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എടുത്തോളാം, ഓണത്തിന് പൂക്കളിടാൻ. അപ്പോൾ ഒരുപാട് പൂക്കൾ കിട്ടും. കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിനായിരുന്നു ഇട്ടത്. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴേക്കും അവർ പൂക്കൾ എടുത്തോളാൻ പറഞ്ഞു. അവർ കളയാൻ വെച്ചിരുന്ന പൂക്കളാണ്. തണുപ്പ് കൂടി വരുന്നതിന് മുന്നേ അവർ ക്ലീനിങ് തുടങ്ങിയതാണ് നേരത്തെ. അപ്പോൾ ഇതിൽ നിന്ന് 2-3 പൂക്കൾ ഞാൻ വിത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചു, ഇക്കൊല്ലം പാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാകി 2 ചെടികൾ മുളച്ച് വന്നുള്ളൂ ആകെ. ഈ 2 ചെടികൾ ഇത്രയുമായല്ലോ. ഒരു കുഞ്ഞു ചെടി കൂടി മുളച്ച് വരുന്നുണ്ട്. അത് വീണല്ലോ. അയ്യോ, അതെങ്ങനെ പോയി അറിയില്ല. മുട്ടുകൾ വരുന്നുണ്ട്. എന്ത് കളറാണെന്നറിയില്ല. കുഞ്ഞു മുട്ടുകളാണല്ലോ, പുറത്തേക്ക് നടാനായിട്ടില്ല. അവിടെ ആ വീട്ടിൽ അന്ന് ആയൊരു സെൻറ്ററിൽ ഒരു ഇതില്ലേ, അവിടെ ആയിരുന്നു കഴിഞ്ഞ കൊല്ലം ഈ ജമന്തി പൂക്കളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം അവർ സൂര്യകാന്തി ചെടികളാണ് വെച്ചിട്ടുള്ളത്. കുറച്ചുകൂടി വലുതായപ്പോൾ ഞാനൊരു വലിയ ചട്ടിയിലോട്ട് ഈ ചെടികൾ മാറ്റി കുറച്ച് മണ്ണിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അടുക്കളയിൽ ബാക്കി വേസ്റ്റ് വരുന്ന സവാളയുടെ തൊലി, പഴത്തിൻ്റെ തൊലി, ചില സമയത്ത് പഴം ചീത്തായാൽ അത് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുതിരയുടെ ചാണകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ നിറയെ മുട്ടുകളുണ്ട്, നിറയെ പൂക്കളുണ്ട്. ആദ്യം ഒരു മെറൂൺ കളറിലാണ് ഈ പൂ ഉണ്ടാവുക. എന്നിട്ട് പിന്നെ അതിൽ ലെയറിൽ വന്നിട്ട് 2 മഞ്ഞല്ല, ഒരു ഓറഞ്ചും മെറൂണും കൂടി കലർന്ന് വരും. പിന്നെ ലാസ്റ്റ് ആവുമ്പോൾ ചിലത് തനി മഞ്ഞായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു പൂവ് ഇപ്പോൾ ബാൽക്കണിയിൽ ഉണ്ട്. താങ്ക് യു.